ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞാനൊരു സെൽ സൈഡ് എൻട്രിയാണ് എടുത്തത്. നമ്മൾ ഈ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ്നെസ് കാണിച്ചിരുന്നു. എന്നാൽ ആ ഒരു 10 മിനിറ്റിന് ശേഷം നിഫ്റ്റിയിലൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ തുടങ്ങും. അത് നമുക്ക് ഓർഡർ ഫ്ലോ നോക്കാൻ മനസ്സിലാവുള്ളൂ. ഓർഡർ ഫ്ലോ നോക്കാൻ നമുക്ക് മനസ്സിലാവും, ഹ്യൂജ് ലിമിറ്റ് സെല്ലിംഗ് ഓർഡേഴ്സൊക്കെ ഇവിടെ പ്ലേസ് ആയി വരുന്നത്. ഈ സെല്ലിംഗ് ഓർഡർ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അടുത്ത ക്യാൻഡിലും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സെല്ലിംഗ് ഓർഡർ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സെൽ സൈഡ് എൻട്രി ഇവിടെ ഞാൻ ഈ ഒരു പൊസിഷനിൽ എടുക്കാൻ കാരണം. നമ്മുടെ എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു ഫോളോ മാർക്കറ്റ് തന്നു. ഒരു 5 മിനിറ്റ് ക്യാൻഡലിന് ഒരു ഫോളോ തന്നു. അതിന് ശേഷം ഇവിടെ കാണുന്ന പോലെ റിവേഴ്സൽ വന്നു. പക്ഷേ ആ റിവേഴ്സൽ ക്യാൻഡലിൽ നല്ലൊരു ബൈയിങ് ക്വാണ്ടിറ്റി കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ടാർഗറ്റ് എത്തുന്നവരെ നോക്കാം. ഞാൻ ഈ വീക്ക് എൻറ്റർ ചെയ്ത സിൻഫ്ലേറ്റ് സ്റ്റോക്സ് ആണ് ഇതൊക്കെ. ദീപക് ഫെർട്ടിലൈസർ അത് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 140 രൂപയ്ക്കാണ് എൻട്രി എടുത്തിരിക്കുന്നത്. ചെറിയ ലോസിലാകും. അതേപോലെ മുത്തൂറ്റ് ഞാൻ കഴിഞ്ഞ വീക്ക് എടുത്ത് എക്സിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. നാപ്റ്റോ ഫാർമ എടുത്തതിന് മോഡലാകും. ആദിത്യ ബിർള എടുത്തതിന് മേലെയാണ്. ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് അതും എൻട്രി തന്നെ ഒരുപാട് വേറെയാണ്. അതേപോലെ ഗ്ലോബൽ സ്പിരിറ്റ് നമുക്ക് ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. യുസ്കോപ്പ് ബോംബെ കൊമ്പ്ര ട്രേഡിങ് അതും എടുത്തതിന് വേലെയാണ്. ത്രിവേണി ടർബൈൻ ജൂബിലിയൻ ഫുഡ് അത്യാവശ്യം പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയിലെ നമ്മളെടുത്ത ട്രേഡ് എന്താണെന്ന് നോക്കാം. നിഫ്റ്റി ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ. നിഫ്റ്റി ഒരു ഫോണ് തന്നിട്ടുണ്ട്. ഓർഡർ ഫ്ലോ വെച്ചിട്ട് നമുക്ക് എന്താണ് അവസ്ഥ നോക്കാം. പിന്നെ ഓർഡർ ഫ്ലോ അത്യാവശ്യം സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബിഗ് ക്വാണ്ടിറ്റീസ് എന്തെങ്കിലും വന്നാൽ ഓൾമോസ്റ്റ് നമ്മളെ ടാർജറ്റ് അടിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബിഗ് ക്വാണ്ടിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ കാണാം, അതിലൊരു വലിയൊരു ബിഗ് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ഓവർ കാണാം, ഒരു 1600 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അതേപോലെ ബിഗ് ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിൻ്റെ ഒക്കെ അടുത്ത് എത്തുന്ന സമയത്ത് ഇതേപോലെ ബിഗ് ക്വാണ്ടിറ്റീസ് വരുമ്പോൾ നമ്മളൊരു പൊസിഷനിലുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രോഫിറ്റിലാണ്, അല്ലെങ്കിൽ നമ്മൾ ടാർജറ്റ് അടിക്കാനായിട്ടുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 2.5 ട്രീൻ്റെ അടുത്ത് നമ്മൾ ടാർജറ്റ് എത്താനായിട്ടുണ്ട്. സോ ഞാൻ ഈ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യുകയാണ്. ഇല്ല, മാർക്കറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്തത് മാർക്കറ്റ് നല്ല രീതിയിൽ റിവേഴ്സൽ മുകളിലോട്ട് പോയി. സോ ഇതേപോലുള്ള ട്രേഡുകൾ എൻട്രി എടുക്കാനും എക്സിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഓർഡർ ഫോം ടൂൾ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ എത്ര ക്വാണ്ടിറ്റി പ്ലേസ് ആയി അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ടി നമ്മളൊരു ഓർഡർ ഫോം യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഇങ്ങനത്തെ ട്രേഡ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കൊരു നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓർഡർ ഫ്ലോ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിന്നിങ് റേഷ്യോ കൂട്ടാൻ പറ്റും. അതുപോലെ ചെറിയ സ്റ്റോപ്പ് ലോസ് സാധനം എടുക്കാൻ പറ്റും. നല്ലൊരു ടൂളാണ് ഈ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. താങ്ക് യു ഗൈസ്.